നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ രാഹുൽ. ഞാനൊരു ഡോക്ടറാണ്. നമ്മളിന്ന് പപ്പി സെലക്ഷനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ആദ്യമേ പറയട്ടെ, ഒരു പപ്പി വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ അതിനെ ഒരു ലൈഫ് ടൈം കമ്മിറ്റ്മെൻ്റ് ആയിട്ട് വേണം എടുക്കാൻ. അതായത് അതിൻ്റെ കളിയും അതിൻ്റെ ക്യൂട്ട്നെസ്സും കണ്ട്, അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ പപ്പി എടുത്തു എന്ന് നമ്മൾ എടുക്കാൻ പോവുകയാണെങ്കിൽ നമുക്കിത് ഭാവിയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്, നമ്മുടെ വീടിൻ്റെ രീതി, അതായത് പറമ്പുള്ള വീടാണോ ഫ്ലാറ്റാണോ നമ്മൾ നോക്കണം. പിന്നെ നമ്മൾ എടുക്കുന്ന പപ്പി ഗാർഡിയൻ ആയിട്ടാണോ അതോ കമ്പൈനാണോ നമ്മൾ നോക്കണം. ഓരോ വീടിനും ഒരു പർപ്പസ് ഉണ്ട്. അതായത് ലാബ്രഡോർ എന്നുള്ളത് കമ്പാനിയൻഷിപ്പാണ്, അതേസമയം ഡോഗ്മാൻ ഒക്കെയുള്ള കറക്റ്റ് നമ്മുടെ ഗാർഡിയൻ ഡോഗാണ്. അങ്ങനെയൊക്കെ. ഇനിയിപ്പോൾ നമ്മൾ പപ്പി വാങ്ങിക്കാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഒന്ന്, KCA സർട്ടിഫിക്കറ്റ് ആണ്. കനൽ ക്ലബ് ഓഫ് ഇന്ത്യ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഓരോ വീടിനും ഒരു പ്രത്യേക സ്പെസിഫിക് സൈസ് ഉണ്ട്. ഹെഡിൻ്റെ സൈസ്, അല്ലെങ്കിൽ ബോഡിയുടെ സ്പെസിഫിക്കേഷൻ, അങ്ങനെയൊക്കെ. ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടുകയുള്ളൂ. നമ്മൾ തന്നെ കണ്ടിട്ടുണ്ടാകും ലാബ്രഡോർ പല ടൈപ്പുള്ളത്. നല്ല വീലുള്ള ലാബ്രഡോർ, ചിലതൊക്കെ നാടൻ പട്ടിക്ക് നിറമുള്ളതൊക്കെ തോന്നും. അത് നമ്മൾ വാങ്ങിക്കുമ്പോൾ എപ്പോഴും KCA സർട്ടിഫിക്കറ്റ് ഉള്ള ഡോഗ്സിനെ വേണം നമ്മൾ വാങ്ങിക്കാൻ. ഇനി നമ്മൾ പപ്പി വാങ്ങിക്കാൻ പോകുന്നിരിക്കട്ടെ, നമ്മൾ ആ ലിറ്റർ ബോക്സ് നോക്കുമ്പോഴേക്കും, അല്ല ലിറ്ററിലേക്ക് നോക്കുമ്പോഴേക്കും ആക്റ്റീവായിട്ടുള്ള പപ്പീസിനാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അല്ല നല്ലോണം ഓടിക്കളിക്കുന്ന, നല്ല തിളങ്ങുന്ന കണ്ണുകളുള്ള, കുറച്ച് കുടവേറൊക്കെ ആകാം, ഒത്തിരി കുടവേറാവാൻ പാടില്ല, അങ്ങനത്തെ പപ്പീസിനാണ് നമ്മൾ നോക്കാൻ. ഇനി നമ്മൾ വാങ്ങിച്ച് കഴിയുമ്പോഴേക്കും നമ്മളോട് ചോദിക്കണം എന്ത് ഫുഡാണ് കൊടുത്തുകൊണ്ടിരുന്നതെന്ന്. പെട്ടെന്നൊരു ഫുഡ് മാറ്റം വരുത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ പപ്പീസിൻ്റെ വയറ് പിടിക്കുന്നുണ്ടാവില്ല, ചിലപ്പോൾ ഛർദ്ദിക്കും, വയറിളക്കും. അതുകൊണ്ട് എന്താണോ കൊടുത്തുകൊണ്ടിരുന്നത് അത് നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനിയുള്ള ചോദ്യം, എത്ര തവണ ഫുഡ് കൊടുക്കുക എന്നുള്ളത്. 4 5, ഞാനീ പറയുന്നത് 45-50 ദിവസം പ്രായമുള്ള കുഞ്ഞുങ്ങളാണ് കേട്ടോ. ആ സമയത്തൊക്കെ വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. കാരണം 1.5 മാസം വരെ അമ്മയുടെ പാല് കുടിച്ചാൽ അത്രത്തോളം ആരോഗ്യം അവർക്കുണ്ടാവും. ഇനി വീട്ടിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഫുഡ് 5 തവണയെങ്കിലും മിനിമം കൊടുത്തു നോക്കുക. അപ്പോൾ നമുക്ക് ഒരു ഐഡിയ കിട്ടും പോകെ ആൾ എത്ര കഴിക്കുന്നുണ്ടെന്നൊക്കെയുള്ളത്. ഒരു തവണ വയറിളക്കം, ഒരു തവണ ഛർദിൽ നമ്മളധികം കാര്യമാക്കേണ്ട, നോർമലാണ്. ഇനി ഇതിനകത്ത് ബ്ലഡ് വരുന്നു അല്ലെങ്കിൽ മ്യൂക്കസ് വരുന്നെങ്കിൽ നമ്മൾ ഡോക്ടറിനെ കാണിക്കണം. ഇനി നമ്മൾ ശ്രദ്ധിക്കാനുള്ള വിരമരുന്ന് കൊടുക്കുന്നതാണ്. നമ്മൾ ഈ വിരമരുന്ന് പറഞ്ഞു പോകുമെങ്കിലും വിരമരുന്ന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇവർക്ക് നാടവര, ഉരുണ്ട വര, രക്തം കുടിക്കുന്ന ടൈപ്പ് വര, ഇതെല്ലാം ശരീരത്തിലെ പല രീതിയിലാണ് എഫക്റ്റ് ചെയ്യുന്നത്. ചിലത് അതിനെ ശോഷിപ്പിക്കുന്നു, ചില രക്തക്കുറവുണ്ടാക്കുന്നു, അങ്ങനെ. നമ്മൾ 6 ആഴ്ചയാണ് നമ്മൾ വാക്സിൻ സ്റ്റാർട്ട് ചെയ്യുക. വാക്സിനേഷന് ഒരാഴ്ച മുമ്പെങ്കിലും നമ്മൾ വിരമരുന്ന് കൊടുക്കണം മിനിമം. വിരമരുന്ന് നമ്മൾ 3 മാസം വരെ 15 ദിവസം കൂടുമ്പോഴേലും കൊടുക്കണം. 6 മാസം വരെ ഓരോ മാസവും കൊടുക്കുക. പിന്നെ 2-3 മാസം കൂടുമ്പോഴാണ് കൊടുക്കുക. ഇനി പുതിയ രീതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫീക്കൽ സാമ്പിൾ നോക്കി ഉണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി എന്നും പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ രീതിയിൽ അത് പ്രാക്ടിക്കൽ അല്ല. ഇനി വാക്സിനെ പറ്റി സംസാരിക്കാം. വാക്സിൻ 2 ടൈപ്പാണുള്ളൂ: മൾട്ടി കമ്പോണന്റ് വാക്സിൻ, ആൻറ്റി റാബിസ് വാക്സിൻ. ഞാൻ അധികം ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. മൾട്ടി കമ്പോണന്റ് വാക്സിൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ 6 ആഴ്ച ആകുമ്പോൾ എടുക്കും. ഓരോ മാസം ഗ്യാപ്പിൽ, അതായത് പണ്ട് നമ്മൾ 2 മൾട്ടി കമ്പോണന്റ് വാക്സിൻ എടുത്തിരുന്നുള്ളൂ, ഇപ്പോൾ 3-4 എടുക്കണം എന്നാണ് നമ്മൾ ഇൻ്റർനാഷണൽ പ്രോട്ടോക്കോൾ പറയുന്നത്. അതായത് 6 ആഴ്ച തൊട്ട് ഓരോ മാസം ഇടവിട്ട് 2, അതായത് 3 മൊത്തം മൾട്ടി കമ്പോണന്റ് വാക്സിൻ ഷോട്ട് എടുക്കണം. പല കമ്പനികളുണ്ട്. പിന്നെ ആൻറ്റി റാബിസിൻ്റെ വാക്സിനാണ്. അത് 3 മാസം ആകുമ്പോഴാണ് നമ്മൾ എടുത്തു തുടങ്ങുന്നത്. 3-ാം മാസം എടുക്കുക, പിന്നെ 1 മാസം ഇങ്ങനെ എടുക്കുക. അതായത് മൊത്തം 5 വാക്സിനാണ് ഏറ്റവും അഭികാമ്യം. പിന്നെ നമ്മൾ വർഷം ഈ വാക്സിൻ എടുത്തെടുത്ത് പോകുക എന്നുള്ളതാണ്. ഇനി നമ്മൾ വീട്ടിൽ കൊണ്ടുവരുമ്പം നമ്മൾ കുഞ്ഞല്ലേ എന്ന് കരുതി നമ്മൾ വൃത്തിയാക്കാനായിട്ട് വീട്ടിനകത്ത് ഡെറ്റോൾ, ഫീനോൾ, ലൈസോളൊക്കെ ഇട്ട് ക്ലീൻ ചെയ്യാറുണ്ട്. ചില സമയത്ത് ഇത് അവർക്ക് പിടിക്കേണ്ടാവില്ല. കഴിവതും അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കാതിരിക്കാം. ചിലർ ഈ പറഞ്ഞ ഡെറ്റോളൊക്കെ മുക്കി ദേഹത്ത് തുടയ്ക്കുക ചെയ്യും. ആദ്യം പ്രശ്നം കാണത്തില്ല, പതുക്കെ ആയിരിക്കും എല്ലാം തുടങ്ങുക. ഇതെല്ലാം ഇവർക്ക് കോണ്ടാക്ട് അലർജി, ഡെർമറ്റൈറ്റിസ് ഉണ്ടാകും. പോകെ സ്കിൻ ഇൻഫെക്ഷനാവും. നമുക്ക് ഏറ്റവും കൂടുതൽ ചികിത്സ ചെയ്യാൻ ബുദ്ധിമുട്ട് തന്നെ ഈ സ്കിൻ ഇഷ്യൂസ് ആണ്. കാരണം നമുക്ക് അതിൻ്റെ ഓരോട് അറിയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, കുളിപ്പിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഷാമ്പു ഒക്കെയാണ്. നമ്മുടെ സോപ്പ്, ഷാമ്പു ഒന്നും ഇവർക്ക് ചേരില്ല. കഴിവതും അന്ന് ഉപയോഗിക്കാതിരിക്കുക. ഇത്രയൊക്കെ പാലിച്ചാൽ തന്നെ നമുക്ക് ഒരു പരിധി വരെ ഇവരുടെ അസുഖങ്ങൾ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എന്തെങ്കിലും സംശയങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്തുള്ള വെറ്റിനറി ഡോക്ടറിനെ കണ്ട് സംസാരിച്ച് അതിനൊക്കെ തീരുമാനം എടുക്കുക. സ്വയം ചികിത്സ ചെയ്യാതിരിക്കുക. ഞാൻ വിട്ടുപോയി, വാക്സിനേഷൻ കഴിയുമ്പോൾ ചിലപ്പോൾ അവർക്ക് പനി വരാൻ ചാൻസ് ഉണ്ട്. ഇനി പനി വന്നു കഴിഞ്ഞാൽ തന്നെ പാരസ്റ്റമോളിലേക്ക് പോകുമ്പോൾ ഡോക്ടറോട് ചോദിക്കുക. കാരണം പൂച്ചകൾക്ക് പാരസ്റ്റമോളൊക്കെ ഭയങ്കര വിഷമാണ്. ഈവൻ ഡെത്ത് വരെ സംഭവിക്കാം. ഓക്കെ, ഇനി ഒരു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് പിന്നെ കാണാം. താങ്ക് യു.